വലിയ സയൻസിന്റെ ആളുകളായി, ആധുനിക ശാസ്ത്രത്തിന്റെ ആളുകളായി സയൻസ് എങ്ങനെ പറഞ്ഞു, സയൻസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ദീനിനെ, മതത്തെ ഖണ്ഡിക്കുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, അല്ല, ഞാൻ വസിയത്ത് ചെയ്യുന്നു, നിങ്ങൾ ആധുനിക ശാസ്ത്രത്തെ പഠിക്കണം, സയൻസിനെ പഠിക്കണം. സയൻസിന്റെ ഏത് ബ്രാഞ്ചുകൾ ലോകത്തിന് ഭൂമിക്ക് മുകളിൽ സയൻസിന്റെ ഏത് ശാഖകൾ നിലനിൽക്കുന്നുണ്ടോ ആ ശാഖയെ മുന്നിൽ വെച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ തെളിയിക്കാൻ സാധിക്കും. അതൊരു ഹക്കാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിരവധി തെളിവുകൾ. ഭ്രൂണശാസ്ത്രം പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞു, എംബ്രിയോളജി പറഞ്ഞെടുത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന്, ജീവനില്ലാത്ത ബീജത്തിൽ നിന്ന്, ജീവനില്ലാത്ത അണ്ടത്തിൽ നിന്ന് പരസ്പരം കൂടിച്ചേർന്ന് സൈഗേറ്റായി രൂപപ്പെട്ട് 280 ദിവസക്കാലം കൊണ്ട് സമ്പൂർണമായ മനുഷ്യന്റെ ഒരു രൂപത്തെ സൃഷ്ടിച്ചത് ആര്? സയൻസാണ്. ഏതെങ്കിലും രാജ്യങ്ങളാ, ഏതെങ്കിലും ടെക്നോളജികളാ? അല്ല. ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന 800 കോടിയോളം വരുന്ന ജനസമൂഹം, അത്രത്തോളം വരുന്ന ജനസമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭൂമിക്ക് മുകളിൽ. ആ മനുഷ്യരെ മുഴുവൻ രൂപപ്പെടുത്തി അവർക്ക് മുഴുവൻ അന്നവും അവർക്ക് മുഴുവൻ വെള്ളവും വെളിച്ചവും നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ഒരു 1800 കോടി, ഇതുവരെ 1500 കോടി ഭൂമിക്ക് മുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 1800 കോടിയെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, അവന് ഇതേ സൃഷ്ടിയെ രണ്ടാമത് പുനഃസൃഷ്ടിക്കാൻ എന്ത് പ്രയാസമെന്ന ഖുർആനിന്റെ ചോദ്യം.